യാക്കോബ് 3:17 ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എപ്രകാരമുള്ളതാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ജ്ഞാനം ലോകത്തിൻ്റെ ജ്ഞാനവുമായി നമുക്കൊരിക്കലും താദാത്മ്യം ചെയ്യുവാൻ പറ്റുന്നതല്ല. 1 കൊരിന്ത്യർ 2:6-7 വാക്യങ്ങളിൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനവും ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവും നശിച്ചു പോകുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതാണ് ഇത്. ദൈവത്തിൻ്റെ അനാദികാലം മുതലുള്ള മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതികൾ എത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവത്തിൽ ആയിരുന്ന ജ്ഞാനം മാനവജാതിക്കായി ക്രിസ്തുയേശുവിലൂടെ പ്രദർശിപ്പിച്ചു. റോമർ 16:24 സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി ഇത് നൽകപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. ഇത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവഭക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജ്ഞാനം നിർമ്മലമായിരിക്കും, മാലിന്യമില്ലാത്തതായിരിക്കും. ലോകം തരുന്ന ജ്ഞാനം പല മേഖലയിലും മലിനപ്പെട്ടതാണ്. അത് സ്വർഗീയമായതുമായി നമുക്ക് താരതമ്യം ചെയ്യുവാൻ സാധിക്കുന്നതേയല്ല. ഈ നിർമ്മലത നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ പ്രതിഫലിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈ ജ്ഞാനം വസിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കൂ. ഈ ജ്ഞാനം പ്രാപിച്ചവർ സമാധാനകാംക്ഷികൾ ആയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അവരുടെ ജീവിതം സമാധാനത്താൽ നിറഞ്ഞതായിരിക്കും. അവർ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരും ആയിരിക്കും. ശാന്തത ഈ ജ്ഞാനത്തിൻ്റെ ഒരു ഫലമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കാത്ത ഒന്നാണത്. അനുസരണമുള്ളവർ ആയിരിക്കും. ദൈവത്തെയും വചനത്തെയും മാത്രമല്ല, അത് പ്രസ്താവിക്കുന്ന സകലത്തിലും അനുസരണമുള്ളവർ. കരുണ നിറഞ്ഞവർ, സൽഫലം നിറഞ്ഞവർ ആയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. കരുണാമയനായ കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ പകർച്ച ലഭിക്കുന്നവർ കർത്താവിനെ പോലെ കരുണ നിറഞ്ഞവർ ആയിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരുമായിരിക്കും. പക്ഷപാതം കാണിക്കാത്തവർ ഈ കാലഘട്ടത്തിൽ വിരളമാണ്. എല്ലായിടത്തും നാം ഇത് കാണുന്നു. നമ്മുടെ കർത്താവിന് അത് ഇല്ലായിരുന്നു താനും. കാപട്യമില്ലാത്ത ആൾക്കാരെ കാണുന്നത് പ്രയാസം. അത്രമാത്രം കപടതയുടെ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കുന്നവരായി മാറാം. നമുക്ക് ദൈവപ്രസാദമുള്ളവരായി ജീവിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.